ഒരു കഴിവും അതുപോലെ തന്നെ അനുഭവ ജ്ഞാനവുമുള്ള ഒരു വ്യക്തിയാണ് എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അതുപോലെ തന്നെ ഈ എക്യുമെനിക്കൽ രംഗങ്ങളിലുള്ള അദ്ദേഹം പഠിച്ചത് കൈറോയിലെ കോപ്റ്റിക് സഭയുടെ സെമിനാരിലായിരുന്നു 4 വർഷത്തെ ആദ്യത്തെ പഠനം. അത് കഴിഞ്ഞിട്ട് പിന്നെ കത്തോലിക്ക സഭയുടെ അയർലൻഡിലുള്ളതായ ഒരു സ്ഥാപനത്തിലായിരുന്നു അദ്ദേഹം PhD അവിടെ നിന്നാണ് എടുത്തത്. അതുകൊണ്ട് തന്നെ ഒരു ആഗോള എക്യുമെനിക്കൽ രംഗങ്ങൾ ഇതര സഭകളുമായിട്ടുള്ള ബന്ധങ്ങൾ സഭയുടെ ഐക്യത്തിനുമൊക്കെ അദ്ദേഹത്തിന് വലിയ സംഭാവനകൾ ചെയ്യാനായിട്ട് സാധിക്കുമെന്നുള്ളതിന് സംശയമില്ല. മൂന്നാമത്തെ പ്രധാനപ്പെട്ട ഒരു സംഗതി, അദ്ദേഹം ഒത്തിരി പബ്ലിക്കേഷൻസ് പ്രസിദ്ധീകരണങ്ങൾ അമേരിക്കയില് ഇംഗ്ലീഷ് ഭാഷയിലേക്ക് സുറിയാനി സഭയുടെ ആരാധനയും ആത്മീയതയും ഇതെല്ലാം തർജ്ജമ ചെയ്ത് പുതിയ ന്യൂ ജനറേഷന് വളരെ മോട്ടിവേഷൻ കൊടുത്തുകൊണ്ട് ആധുനിക ലോകത്തിന് ഈ സഭയെ മുന്നോട്ട് കൊണ്ടുപോകാൻ തക്കമുള്ള ഒരു വിഷനും കൂടെ ഒരു ദർശനമുള്ള ഒരു വ്യക്തിയാണ് മൂന്നാമത്. അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളത്, പേഴ്സണലായിട്ട് അദ്ദേഹത്തെ വളരെ നാളുകളായിട്ട് എനിക്കറിയാവുന്ന ഒരു വ്യക്തി നിലയിൽ അദ്ദേഹം വളരെ സിമ്പിളാണ്. വളരെ ലാളിത്യത്തോടു കൂടിയുള്ള പെരുമാറ്റം, തുറന്ന സമീപനം, ഇതെല്ലാം ഈ ആധുനിക യുഗത്തിൽ ഇതര സഭകളും മതങ്ങളുമായിട്ടുള്ളതായ യാക്കോബായ സുറിയാനി സഭയെ മുന്നോട്ട് നയിക്കുവാൻ എല്ലാം കൊണ്ടും പ്രാപ്തനായ ഒരാളെയാണ് ഇത്. ഈ ഒത്തിരി പ്രതിസന്ധികളുടെ മധ്യത്തിലായിരുന്നു ഈ തെരഞ്ഞെടുപ്പ്. കാരണം ഒരു മെത്രാപ്പോലീത്ത കുറച്ചു നാൾ മുമ്പ് തട്ടിക്കൊണ്ടുപോയി അദ്ദേഹം തിരിച്ചു വരുമോ എന്നുള്ളതായ ഒരു അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ സിറിയയിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ, ഇതിന്റെ എല്ലാം മധ്യത്തില് വളരെ പ്രാർത്ഥനയോടുകൂടിയായിരുന്നു ഈ തെരഞ്ഞെടുപ്പ്. അതുകൊണ്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പത്രോസിന്റെ യഥാർത്ഥ പിൻഗാമിയായിട്ട് യഥാർത്ഥമായ ഒരു വ്യക്തിയെ തെരഞ്ഞെടുത്തു എന്നുള്ള വലിയ സന്തോഷമാണ് മലങ്കര സഭയ്ക്ക്, യാക്കോബായ സഭയ്ക്കും അതുപോലെ വ്യക്തിപരമായി എനിക്കുള്ളത്. നന്ദി കുര്യാക്കോസ് മാർ തയോഫിലോസ്.